ശരീരത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനതയെ തോൽപ്പിക്കാൻ പിശാചിന് സാധിക്കില്ല. അതുകൊണ്ട് അവൻ ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് ആ മേഖലയിൽ ഇഷ്ടം പോലെ തിന്മകൾ വ്യാപിപ്പിക്കാനാണ്. ഈ കാലഘട്ടത്തിൽ ഇന്ന് ഇത് വ്യാപകമായി ദൈവജനത്തിനിടയിൽ വ്യാപരിക്കുന്ന ഒരു തിന്മയാണ്. നമുക്ക് ഈ കുത്തി ഒലിച്ച് കുലംകുത്തി ഒഴുകുന്ന ഈ തിന്മയുടെ മഹാപ്രവാഹത്തിന്റെ ആ പ്രളയത്തെ പ്രതിരോധിച്ച് നിർത്താൻ കഴിയുന്ന ഒരു ധാർമ്മിക ശക്തിയായി മാറാൻ കഴിയണമെങ്കിൽ നമുക്ക് വിശുദ്ധ ജീവിതങ്ങൾ കൂടുതൽ ഉണ്ടായാലേ പറ്റൂ. ഇല്ലെങ്കിൽ ആ പഞ്ചായത്തിലേക്ക് തിരിഞ്ഞു പോലും നോക്കാതിരിക്കുന്നതാണ് നല്ലത്. നശിപ്പിക്കപ്പെടുക എന്നതല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു സാധ്യത ഇല്ല. ചെറിയ കുഞ്ഞു മുതൽ നമ്മൾ ഈ കാര്യം ഇനി ആഴത്തിൽ പഠിപ്പിക്കേണ്ടതുണ്ട്. വിശുദ്ധി പാലിക്കണം, വിശുദ്ധരുണ്ടാവണം, അശുദ്ധിയുടെ സകല മേഖലകളിൽ നിന്നും പുറത്തു കടക്കണം. നമുക്ക് എല്ലാ അർത്ഥത്തിലും വിശുദ്ധരായിട്ട് മാറണം. വിശുദ്ധി കൊണ്ടല്ലാതെ നമുക്ക് ഈ ശക്തിയെ ഇനി പ്രതിരോധിച്ച് നിർത്താൻ പറ്റില്ല. രണ്ട് കാര്യം: ഒന്ന്, നിങ്ങൾക്ക് ആശയത്തെ പ്രതിരോധിക്കാം, ജീവിതത്തെ പ്രതിരോധിക്കാൻ പറ്റില്ല. ഞാനൊരു ആശയം പറയുമ്പോൾ ഡാനിലച്ചാ എനിക്ക് ഡിബേറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് എന്റെ ആശയത്തെ നിങ്ങൾക്ക് പൊട്ടിക്കാം. പക്ഷേ എനിക്ക് നല്ല ഒരു മോറൽ ലൈഫ് ഉണ്ടെങ്കിൽ അതിനെ പൊട്ടിക്കാൻ ഒരു പിണ്ണാക്കിനും പറ്റത്തില്ല, ഒരു പിണ്ണാക്ക മടലും പറ്റില്ല, ആർക്കും പറ്റില്ല. ലൈഫിനെ പ്രതിരോധിക്കാൻ ഒരുത്തരും പറ്റില്ല. അതാ ഈശോ പിലാത്തോസിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്ക് എന്നിൽ കുറ്റം ആരോപിക്കാൻ പറ്റും? ചുണയുണ്ടെ പറയടാന്ന് പറഞ്ഞു. സാമുവേൽ മരിക്കുന്ന സമയത്ത് പറഞ്ഞത്, പറയാനുണ്ടെ ഇപ്പൊ പറഞ്ഞോളൂന്ന് പറഞ്ഞു. എടാ, നിന്റെ കോഴിയെയോ ആടിനെയോ മാടിനെയോ കറവ പശുവിനെയോ ഞാൻ മോഷ്ടിച്ചെടുത്തിട്ടുണ്ടോ? ഉണ്ടെ ഇപ്പൊ പറയാം. ജനം പറഞ്ഞു, ഇല്ലില്ല, അങ്ങനെ ചെയ്യില്ല. മോറൽ ഫോഴ്സ്. രണ്ട് അതോറിറ്റി ഉണ്ട് സഭയിൽ. ഒന്ന് സ്പിരിച്വൽ അതോറിറ്റി, അത് പ്രാർത്ഥിച്ച് നേടുന്നതാണ്. രണ്ട് മോറൽ അതോറിറ്റി, അത് വിശുദ്ധ ജീവിതത്തിന്റെ അധികാരമാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികള് തകർക്കാനും താമസം വരുത്താനും പിശാച് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ലൈംഗിക പാപം. പിശാചിന്റെ മനസ്സിൽ കൃത്യമായൊരു ടാർഗറ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? ഇനി ഈ പോത്തിഫറിന്റെ വിശ്വസ്ത സേവകനിൽ നിന്ന് ഈജിപ്തിലെ രാജകൊട്ടാരത്തിലേക്ക് അധികം ദൂരം ഇല്ല. പിശാചിന് കൃത്യമായിട്ട് അറിയാം, ഇവനെ ഈജിപ്തിലേക്ക് വിട്ടിരിക്കുന്നത് വേട്ടയാടപ്പെടാനല്ല, ഇവിടുത്തെ ഭരണാധികാരിയാക്കാൻ. ഒരു ഡിവൈൻ പ്രോജക്റ്റ് നിറവേറാനുണ്ട്. അത് നിറവേറുന്നതിന് തൊട്ട് മുമ്പ് പോത്തിഫറിന്റെ ഭാര്യയിലൂടെ പിശാച് അതിനെ തകർക്കാൻ ശ്രമിക്കാം. അതായത് ഈ ചെറുപ്പക്കാരന് ഏറ്റവും എളുപ്പത്തിൽ വീണുപോകാൻ പറ്റുന്ന വളരെ വഴുക്കുന്ന ഒരു വരം. നിങ്ങൾ അറിയണം, നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ തകരുന്നതിന് ഇടയാക്കുന്ന മാരക പാപമാണ് ശരീരത്തിന്റെ അശുദ്ധി. ഒരടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം ദൈവിക പദ്ധതികൾ ബ്ലോക്കാവും.